പ്രാപ്താലസ്യാസ്യ സേനാസ്ത്വമപി കമലജാസ്ത്രേണ ദേവേന്ദ്രജേത്ര ലബ്ധപ്രാണാശയൂയം പവനസുതസമാനീതജായു പ്രഭാവാൽ ആശ്വസ്തസ്ത്വം ദശാസ്യാനുജമഹിതഗിരാ ശത്രുമായാതിഖിന്ന ശക്തിയാ വിദ്യോപശോക പുനരയം അവധിയിൽ ലക്ഷ്മണോ മേഘനാദം. ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗം കൊണ്ട് അങ്ങും സൈന്യങ്ങളും ആലസ്യം പ്രാപിച്ചു. ഹനുമാൻ കൊണ്ടുവന്ന ഔഷധിയുടെ പ്രഭാവം കൊണ്ട് നിങ്ങളെല്ലാവരും പ്രാണൻ നേടി. ശത്രുമായ കൊണ്ട് ഖിന്നനായ അങ്ങ് വിഭീഷണന്റെ മഹത്തായ വാക്കുകൾ കൊണ്ട് ആശ്വാസം നേടി. ലക്ഷ്മണൻ രാവണന്റെ വേലേറ്റവനാണെങ്കിലും പിന്നെ ശോകമകന്ന് മേഘനാഥനെ വധിച്ചു. ബ്രഹ്മാസ്ത്ര പ്രയോഗം കൊണ്ട് രാമലക്ഷ്മണന്മാരും സൈന്യവും മോഹാലസ്യം ഏറ്റപ്പോൾ ഹനുമാൻ ഔഷധി കൊണ്ടുവന്ന് അവരെ ജീവിപ്പിച്ചു. ഇന്ദ്രജിത്തിന്റെ മായാ സീതാ നിഗ്രഹം മുതലായവയാണ് ഇവിടെ സൂചിതമായ രാക്ഷസ മായകൾ. ലക്ഷ്മണന് 2 പ്രാവശ്യം രാവണനിൽ നിന്ന് വേലേൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം തനിയെ സ്വബോധം നേടി. 2ാം പ്രാവശ്യം മേഘനാഥ വധത്തിന് ശേഷം രാവണ യുദ്ധ സന്ദർഭത്തിലാണ് ശക്തിപ്രഹാരം. അപ്പോൾ ഹനുമാന്റെ ഔഷധാനയനം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ശക്ത്യാവിദ്യോപ്യശോക എന്നിവിടെ രണ്ടും സൂചിപ്പിച്ചിരിക്കുന്നു. ഇന്ദ്രജിത്തിന്റെ നാഗാസ്ത്ര പ്രയോഗം, ഗരുഡാഗമനം, നാഗാസ്ത്ര മോചനം, രാവണ പരാജയം, കുംഭകർണ വധം. ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗം, സൈന്യങ്ങളുടെയും രാമലക്ഷ്മണന്മാരുടെയും മോഹാലസ്യം, ഹനുമാന്റെ ഔഷധി പർവ്വതാനയനം, രാമാദികളുടെ ബോധ ലാഭം, മായാസീതാവധം, വിഭീഷണ സാന്ത്വനം, മേഘനാഥ വധം, ലക്ഷ്മണ മോഹാലസ്യം, ലക്ഷ്മണന്റെ ബോധ ലാഭം. ഈ ക്രമത്തിലുള്ള യുദ്ധത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം പൂർവാപരക്രമം വിടാതെ ഇവിടെ 7ഉം 8ഉം ശ്ലോകങ്ങളിലായി സംഗ്രഹിച്ചിട്ടുണ്ട്. രാവണന്റെ വേൽ പ്രയോഗവും ലക്ഷ്മണ മോഹാലസ്യവും 2 പ്രാവശ്യം ഉള്ളതിനാൽ അത് മേഘനാഥ വധത്തോട് ചേർത്ത് സൂചിപ്പിച്ചിരിക്കുന്നു. ശക്തിപ്രയോഗം ഒന്ന് മേഘനാഥ വധത്തിന് മുമ്പും മറ്റത് മേഘനാഥ വധത്തിന് ശേഷവുമാണ്. ഇവിടെ കഥാഘടനയുടെ പൂർവാപര ക്രമവും ദീക്ഷിച്ചിട്ടുണ്ട്. വാൽമീകി രാമായണത്തിലും ഇങ്ങനെ തന്നെയാണ്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.